കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലി കൂടി ചേരുകയാണ്. നൌഷാദ് അലി, താങ്കൾ ഇപ്പോൾ ഈ രാജിവെച്ച SIയുടെ പ്രതികരണം കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പോലീസിനെതിരെയും CPM-നെതിരെയും ഉന്നയിക്കുന്നത്. നേരത്തെ PV അൻവർ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ അതുപോലെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ സേനയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ ഈ ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. താങ്കൾ ഈ ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് പുറത്ത് അറിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗൗരവാവസ്ഥ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം ഈ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് അന്നത്തെ SP സുജിത് ദാസിന്റെ ഒരു ഡാൻസ് ഓഫ് ടീമിന്റെ വലിയൊരു വിളയാട്ടമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു വിമാനത്താവളം എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റംസ് ഉണ്ട്, റവന്യൂ ഇന്റലിജൻസ് ഉണ്ട്, അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രീകൃത പ്രൊഫഷണൽ സംവിധാനങ്ങളുമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കേരള പോലീസ് പുറത്ത് ആരുടെ സ്വർണം ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ച് മുണ്ട് മാടിക്കുത്തി അവിടെ ഒരു റൗഡിസം കാണിച്ച് അവിടെ നടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവര് ഒരുപാട് പേരെ സംശയത്തിന്റെ പേരിൽ ഭേദ്യം ചെയ്യുകയും അസഭ്യം വിളിച്ചു പറയുകയും പലരുടെയും കാറടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരെ പോലും അവര് തെറ്റിദ്ധരിച്ച് ഔദ്യോഗിക മുദ്രകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഭേദ്യം ചെയ്യുന്ന അനുഭവങ്ങളും ഉദാഹരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരടക്കം ഇവർ അസഭ്യവർഷം നടത്തുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തില് ഒരു കയറൂരി വിട്ട ഒരു കള്ളു കുടിച്ച കുരങ്ങന്മാരെന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വക ഗുണ്ടാ സംഘത്തിന്റെ അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ആ കാലത്ത് അവിടെ നടന്നിരുന്നത്. ഇതിന്റെയൊക്കെ മറവില് ഒരുപാട് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുണ്ട്, അവിഹിതമായ വിനിമയങ്ങളുണ്ട്. ഇതൊക്കെ അന്നത്തെ സർക്കാരിന്റെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഈ സുജിത് ദാസ് വരുമ്പോ വർഷത്തിലൊരു 10,000 ചില്ലാനം ക്രിമിനൽ കേസ് മാത്രം ഉണ്ടായിരുന്നിടത്താണ് അയാൾ വന്ന് ഇതിനെ 1.5 ലക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചത്. നിരന്തരം കേസെടുക്കാൻ, തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ കേസെടുക്കാൻ ഇത്രയേറെ വിളയാട്ടം അവിടെ ഉണ്ടായിട്ടും PV അൻവർ ഈ വിഷയം ഉന്നയിക്കുന്നത് വരെ കോൺഗ്രസുകാർ ഇത് അറിഞ്ഞിരുന്നോ? അതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അല്ല, തീർച്ചയായിട്ടും. കാരണം ഇതേ ഡാൻസ് ഓഫാണ് അവിടെ താനൂരിലെ ഒരു ജിഫ്രിയെ അവര് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നമ്മൾ ഇതിനെതിരെ നിരന്തരമായിട്ട് അധികൃതരുടെ മുമ്പാകെ പരാതിയും പ്രതിഷേധവും വ്യക്തിപരമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലും കോഴിക്കോട് എയർപോർട്ടിന്റെ പരിസരത്തും ഒക്കെയുള്ള പൊതുപ്രവർത്തകർ ഇതിനെതിരെ ശബ്ദിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ശബ്ദിക്കുമ്പോൾ അന്ന് നമ്മളെയൊക്കെ ചിത്രീകരിച്ചിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു തിന്മയുടെ അച്യുതണ്ടിനെ സഹായിക്കുന്ന ആളുകളൊക്കെ ആയിട്ടായിരുന്നു ഇവര് നമ്മളെയൊക്കെ ചിത്രീകരിച്ചു പോന്നിരുന്നത്. അത് PV അൻവർ എന്ന ഇടതുപക്ഷ MLA പരസ്യമായി പുറത്തു വന്ന് ഇത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതിനൊരു മറ്റൊരു തലം വന്നത്. അതുവരെ അതൊരു പ്രതിപക്ഷ ശബ്ദം മാത്രമായിരുന്നു. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വ്യക്തിഗതമായിട്ട് തന്നെ എന്നെ പോലെയുള്ള നിരവധി പ്രവർത്തകർ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ഭേദ്യത്തിന് വിധേയമായ നിരപരാധികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിയമപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നത് ഈ തിന്മയുടെ അച്യുതണ്ടിന്റെ പ്രതിനിധികളായിട്ടാണ്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളായിട്ടായിരുന്നു അത്തരം ആളുകളെ അവർ സാമാന്യവൽക്കരിക്കാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇത് അൻവറിന്റെ രംഗപ്രവേശത്തോടു കൂടിയാണ് ഇതൊരു പൊതു ചർച്ചയാവുകയും അത് സുജിത് ദാസ് ചിത്രത്തിൽ പ്രതിരോധത്തിലാവുകയും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സുജിത് ദാസും അൻവറും തമ്മിലുള്ള സംഭാഷണങ്ങൾ നമുക്കറിയാം. ഏതായാലും തീർച്ചയായിട്ടും ഇപ്പോ എല്ലാം കൃത്യമായി അനാവൃതമായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സത്യാവസ്ഥ കൂടുതൽ ബോധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയ ഈ വെളിപ്പെടുത്തലുകൾ അതിനെ ഒന്നുകൂടി എംഫസൈസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ വാർത്ത കൂടുതൽ വികസിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കള്ളക്കളികളും പുറത്തു വരട്ടെ. വളരെ നന്ദി ശ്രീ നൌഷാദ് അലി പ്രതികരിച്ചതിന്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്.